എന്താ യെസ് സാധനം കിട്ടി ഗൈസ്. കുട്ടി വന്നേ. മതി വാചകം ഓടിച്ചത് മതി. ഇന്ന് പക്ഷെ ഈ വീഡിയോയിൽ ഞാൻ ഇത്ര നന്നായിട്ട് സംസാരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നിങ്ങളെ കാണിക്കത്തില്ല. എന്റെ ബട്ടർ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി ഗൈസ്. ഞാൻ കാവടിത്തുള്ളി പോയത് മാത്രം മിച്ചം ഇതൊക്കെ. അതുകൊണ്ട് അതിൻ്റെതായ ഒരു വൃത്തികേടുകളൊക്കെ ഈ വീഡിയോയിൽ കാണുമായിരിക്കും. ഹായ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് എൻ്റെ ആമിമോക്ക് വാക്സിനേഷനുള്ള ദിവസമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആൾ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ എനിക്ക് കുറച്ച് മീ ടൈമൊക്കെ കിട്ടി. ഞാൻ വിചാരിച്ചു നിങ്ങളോടെല്ലാം കുറച്ച് നേരം സംസാരിക്കാം, ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന്. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? എനിക്കറിഞ്ഞൂടെ ഞാൻ പോസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന്. എന്തായാലും എടുത്ത് വെച്ചേക്കാം. എപ്പോഴെങ്കിലും എനിക്ക് നല്ല ബുദ്ധി ഉദിച്ചാൽ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യും. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴി അറിയാം. ഓക്കെ. ഞാൻ എൻ്റെ പണിയായുധം തപ്പി ഇറങ്ങിയതാണ് നമ്മുടെ ക്യാമറ സ്റ്റാൻഡ്. അത് മാത്രമാണ് എനിക്ക് ആകെയുള്ളൊരു പണിയായുധം. അതാണെങ്കിൽ കാണുന്നില്ല. ആമിക്കുട്ടി അത് എവിടെയോ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അത് തപ്പി എടുത്തിട്ട് വേണം എനിക്ക് 1-2 വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. എവിടെയാണോ എന്തോ. യെസ്, സാധനം കിട്ടി ഗൈസ്. ഇത് വെച്ചിട്ടിപ്പം ഞാൻ എന്ത് ചെയ്യാനാണ്? ഒരു പ്ലാനില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ വിചാരിക്കും വെറുതെ തെക്ക് വടക്ക് നടക്കുന്നതും വീട്ടിലെ കാര്യങ്ങളൊക്കെയാണല്ലോ ഈ പെങ്കൊച്ചെടുത്ത് പോസ്റ്റ് ചെയ്യുന്നതെന്ന്. ആക്ച്വലി ഇതെടുക്കാൻ തന്നെ എന്തൊരു കഷ്ടപ്പാടാണെന്നറിയാമോ? ക്യാമറ വെക്കണം, അത് ശരിയായിട്ടുള്ള ആംഗിളിൽ വെക്കണം, എന്നിട്ട് എടുക്കണം. ഓഹ്, എന്തൊരു പണിയാ. വലിയ വലിയ യൂട്യൂബേഴ്സിനെയൊക്കെ സമ്മതിക്കണം. ചെറിയ കാര്യമല്ല കേട്ടോ. എന്നെപ്പോലെ യൂട്യൂബ് തുടങ്ങണം എന്ന് വിചാരിച്ചിരുന്ന് വർഷങ്ങളായിട്ട് തുടങ്ങാതിരിക്കുന്ന ആളുകളൊക്കെ തുടങ്ങും. ഇതിലേക്ക് വരൂ. അപ്പോഴേ ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. നിങ്ങളും അനുഭവിക്കണം. എൻ്റെ ക്യാമറാമാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കൈ ഒന്ന് ഫ്രീ ആയി. ഇനി നമുക്ക് പണി തുടങ്ങാം. എൻ്റെ പണിയായുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ. ഓക്കെ. ഇന്നലെ ഞാൻ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് വഴി ഓർഡർ ചെയ്തതാണ്. ഓൾറെഡി ഒരെണ്ണം നമ്മൾ എടുത്തു. ഇനി ഇന്ന് അടുത്തത് എടുക്കാം. ഇതാണ് നമ്മളുടെ സൂപ്പർ ഫുഡ്, സ്വീറ്റ് പൊട്ടറ്റോ. എനിക്കിതൊക്കെ കഴിക്കാൻ നല്ല മടിയാണ്. പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ എല്ലാവരും പറയത്തില്ലേ, ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് കഴിക്കുന്നത് നല്ലതാണ്, സൂപ്പറാണെന്നൊക്കെ. അപ്പം ഞാൻ കണ്ണും അടച്ചങ്ങ് കഴിക്കും ഇതൊക്കെ. ഒരു നിമിഷം ഞാൻ വാചാലയായി പോയിക്കൊണ്ടിരിക്കുവാണോ എന്നൊരു സംശയം. മതി, വാചകം ഓടിച്ചത് മതി. ഇന്ന് കൊച്ചെഴുന്നേക്കുന്നതിന് മുന്നേ ഇത് ഉണ്ടാക്കിയിട്ട് വേണം എനിക്കിവിടെ ഇരിക്കാൻ. അല്ലെങ്കിൽ അവൾ വന്ന് ആകെ മൊത്തം ബഹളമാവും. പിന്നെ ഞാൻ അവളെ എടുത്തുകൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കേണ്ടി വരും. അതിനെക്കാട്ടി നല്ലത് നേരത്തെ ഉണ്ടാക്കുന്നതല്ലേ. ഓക്കെ, ലെറ്റ്സ് മേക്ക് ഇറ്റ്. വാചകോടി പിന്നെ, ആദ്യം ആക്ഷൻ. ഓക്കെ. എന്താ ഗൈസ്, ഞാൻ കാവടിത്തുള്ളി പോയത് മാത്രം മിച്ചം. ആമി ദേ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ആമിക്കുട്ടി വന്നേ. 1 മണിക്കൂറെങ്കിലും ഉറങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഒന്നും നടന്നില്ല. ഇനി ഞാൻ ആമിക്കുട്ടിയും കൂടെ അന്ന് സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടാക്കാൻ പോവാ. അല്ലേ ആമിക്കുട്ടി? ഞങ്ങൾക്ക് ഞാനായോ? സ്വീറ്റ് പൊട്ടറ്റോ വേണം. സ്വീറ്റ് പൊട്ടറ്റോ വേണം. പാപ്പ മീനോ? നിനക്ക് തിന്നാൻ പാപ്പ മീനോ? വേണ്ട വേണ്ട. ഞങ്ങൾക്ക് വേണ്ട. ഞാനിത് അറഞ്ചം കുറഞ്ചം വെട്ടിക്കൊണ്ടിരിക്കുവാണ്. ഞാണെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. ഈ യൂട്യൂബിൻ്റെ പരിപാടികളൊക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ക്യാമറ വെക്കുന്ന ആംഗിൾ ഇതൊക്കെ. അതുകൊണ്ട് അതിൻ്റേതായ ഒരു വൃത്തികേടുകളൊക്കെ ഈ വീഡിയോയിൽ കാണുമായിരിക്കും. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ എല്ലാം ശരിയാക്കാം. ഈ വീഡിയോസൊക്കെ എടുക്കാനേ എനിക്ക് അത്ര കോൺഫിഡൻസ് ഒന്നും ഇല്ല. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ഇത്ര നന്നായിട്ട് സംസാരിക്കുന്നതിൻ്റെ
കാരണം എന്താണെന്നറിയാമോ? ലോങ് വീഡിയോസ് ഒന്നും അധികം ആരും കാണത്തില്ലല്ലോ. എനിക്ക് പണിഞ്ഞ് പഠിക്കാനുള്ള സമയവും സാവകാശമൊക്കെ കിട്ടും. ഞാനെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ബട്ടർ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി ഗൈസ്. ഈ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം ഇല്ല. നമുക്ക് ആൺകുട്ടിയെ ഈ പ്ലേറ്റ് ഒന്ന് കാണിച്ചാലോ? അവളുടെ റിയാക്ഷൻ എങ്ങനെ ഉണ്ടോ നോക്കാം. ഹായ്, എന്ത് ഇത്? അത് മുട്ട. ഞങ്ങള് മണ്ണെണ്ണം തിന്നാൻ പോവാണല്ലോ, നിങ്ങളെ കാണിക്കത്തില്ല. ആമി പാവം, ആമി പാവം. എങ്ങനെ പറയുന്നത്? പൂമുഖവാതിൽക്കൽ സ്നേഹം. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ വരുമല്ലോ. ടിഷ്യൂ. എന്തെങ്കിലും പറയൂ. അത്ര സുഖം ഇല്ലായിരുന്നു. സൗന്ദര്യം നോക്കണ്ട മോനെ. ഇതെല്ലാം വീഡിയോ. ആമിക്കുട്ടിയുടെ പുതിയ ടോയ്. ഗൈസ്, ഈ സാധനം കണ്ടോ? അടിപൊളി ടേസ്റ്റാണ്. ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സും കളേഴ്സും ഫ്ലേവേഴ്സും ഒന്നും ഇല്ല, എണ്ണ പോലും ഇല്ല. എന്നാലും അടിപൊളി ടേസ്റ്റിലുള്ള ചക്കയാണ്. ചക്ക ഉപ്പേരി എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇതാണ് സാധനം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ചക്കവറ്റിലാണ്, പക്ഷെ എണ്ണ ഒന്നും ഇല്ല. നല്ല ടേസ്റ്റ്, നല്ല പഴുത്ത ചക്ക. സെറ്റ് സാധനം. ഈ കുഞ്ഞ് ലോങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ഇടണേ. ഓക്കെ, ബൈ.